നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥകളിലേക്ക് കടക്കാം. അയോധ്യ ഭരിച്ചിരുന്ന മഹാരാജാവാണ് ദശരഥൻ. അദ്ദേഹത്തിന് 3 പത്നിമാരാണ് ഉണ്ടായിരുന്നത്: കൗസല്യ, കൈകേയി, സുമിത്ര. പുത്രന്മാരില്ലാത്ത ദുഃഖം രാജാവിനെയും പത്നിമാരെയും അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ദശരഥ മഹാരാജാവ് തൻ്റെ കുലഗുരുവായ വസിഷ്ഠനോട് തൻ്റെ സങ്കടം ഉണർത്തിക്കുന്നത്. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, പുത്രകാമേഷ്ടിയാഗം നടത്തിയാൽ രാജാവിനും പത്നിമാർക്കും സൽസന്താനങ്ങളുടെ ലബ്ധി ഉണ്ടാകുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുത്രകാമേഷ്ടിയാഗം നടത്തണമെന്ന് പറയുകയാണ്. അപ്പോൾ പുത്രകാമേഷ്ടിയാഗം നടത്തുമ്പോൾ അത് ഋഷ്യശൃംഖൻ്റെ നേതൃത്വത്തിലായിരിക്കണം നടത്തേണ്ടത്. ഋഷ്യശൃംഖൻ എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിന് കൗസല്യാദേവിയിലുണ്ടായ പുത്രി ശാന്തയുടെ പതിയാണ് ഋഷ്യശൃംഖൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സരയൂ തീരത്ത് ഒരു പർണശാലയൊക്കെ കെട്ടി യാഗം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. യാഗത്തിൻ്റെ പരിസമാപ്തിയിൽ ഹോമാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അഗ്നിദേവൻ്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് പായസം. അപ്പോൾ പായസം രാജാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഈ പായസം പത്നിമാർക്ക് കൊടുത്താൽ മതി, അവർക്ക് സന്താന ലബ്ധി ഉണ്ടാകും. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? പായസം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കൗസല്യാദേവിക്ക് ആദ്യം കൊടുത്തു. ബാക്കി ഉണ്ടായിരുന്നത് കൈകേയി ദേവിക്കും കൊടുത്തു. പിന്നീട് ഒരു പത്നി കൂടി നിൽക്കുന്നുണ്ട്, സുമിത്രാദേവി. സുമിത്രയ്ക്ക് കൊടുക്കാൻ പായസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? കൗസല്യാദേവി തൻ്റെ പായസത്തിൻ്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ഇത് കണ്ട കൈകേയി ദേവി തനിക്ക് കിട്ടിയ പായസത്തിൻ്റെ പകുതിയും സുമിത്രയ്ക്ക് കൊടുത്തു. അങ്ങനെ അവർ പായസം വളരെ സന്തോഷത്തോടെ കഴിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം 3 പത്നിമാരും ഗർഭാവസ്ഥയിലേക്ക് കടന്നു. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി, കാരണം അവർക്ക് പുത്രന്മാരില്ലാത്തൊരു ദുഃഖം ഉണ്ടായിരുന്നല്ലോ. മാസങ്ങൾക്ക് ശേഷം അവരുടെ ഗർഭാവസ്ഥ പൂർണ്ണ വളർച്ചയെത്തി. കൗസല്യാദേവി ശ്രീരാമദേവന് ജന്മം നൽകി. പുണർദം നക്ഷത്രത്തിലായിരുന്നു ശ്രീരാമദേവൻ്റെ ജനനം. അതിനുശേഷം ഭരതൻ, പിന്നീട് ശത്രുഘ്നൻ, ലക്ഷ്മണൻ ഇവരുടെയും ജനനം ഉണ്ടാവുകയാണ് ചെയ്തത്. ഭഗവാൻ ജനിച്ചപ്പോൾ കൗസല്യാദേവിയുടെ മുമ്പിൽ ഭഗവാൻ വിശ്വരൂപ ദർശനം നടത്തി. കൗസല്യാദേവി സന്തോഷത്തോടെ തൻ്റെ പുത്രനെ വരവേൽക്കുകയാണ് ചെയ്തത്. ഉടനെ തന്നെ മഹാവിഷ്ണു തൻ്റെ വിശ്വരൂപ ദർശനം മാറ്റി കുഞ്ഞു കുട്ടിയായിട്ട് കൗസല്യാദേവിയുടെ അടുത്ത് വന്ന് കിടന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ അമ്മയ്ക്ക് തൻ്റെ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുകയുണ്ടായി. കാണിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, താൻ ഭഗവാനാണ്, താനൊരു അവതാര ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നതെന്ന് മാതാവിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിശ്വരൂപ ദർശനം കാണിച്ചത്. വിശ്വരൂപ ദർശനം കണ്ടിട്ട് കൗസല്യാദേവി ശ്രീരാമദേവനെ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന രംഗമൊക്കെ നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പുത്രന്മാരൊക്കെ ജനിച്ച് രാജാവ് അതീവ സന്തുഷ്ടനായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനുശേഷം പുത്രന്മാരുടെ ജാതകകർമ്മം, പേരിടൽ ചടങ്ങുകളൊക്കെ നടത്താൻ പോവുകയായിരുന്നു. അപ്പോൾ ആദ്യം കൗസല്യാദേവിയുടെ പുത്രനാണ് പേരിടാനായിട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ കൗസല്യാദേവിയുടെ പുത്രനെ എടുത്ത സമയത്ത് ശ്യാമളവർണ്ണമാണ്. അപ്പോൾ ആ ശ്യാമളവർണ്ണം കണ്ടിട്ട് കുട്ടിക്ക് ശ്രീരാമൻ എന്ന് പേര് കൊടുത്തു. അതിനുശേഷം കൈകേയി ദേവിയുടെ പുത്രനെ എടുത്തു. കൈകേയി ദേവിയുടെ പുത്രനെ എടുത്തപ്പോൾ ആ മുഖം കണ്ടപ്പോഴത്തേക്കും ഒരു ഭരണ നിപുണൻ, അതായത് രാജ്യം ഭരിക്കാൻ